46 ഗ്രാം MDMA-യുമായി അനില രവീന്ദ്രൻ പിടിയിലായി. കഴിഞ്ഞ ദിവസമാണ് രാത്രിയാണ് കൊല്ലത്ത് ശക്തികുളങ്ങരയിൽ വെച്ച് 50 ഗ്രാം MDMA-യുമായി കർണാടക രജിസ്ട്രേഷൻ വാഹനത്തിൽ അനില രവീന്ദ്രൻ പിടിയിലാകുന്നത്. ഈ അനില രവീന്ദ്രനെ എനിക്ക് മുന്നിൽ കാണുന്ന ഈ ശക്തികുളങ്ങര സ്റ്റേഷനിലെത്തിക്കുകയും ഈ സ്റ്റേഷനിലെത്തിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അനില രവീന്ദ്രന് കടുത്ത രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു. തുടർന്നാണ് ജില്ലാ ആശുപത്രിയിൽ പോലീസ് പ്രവേശിപ്പിച്ചത്. ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് നടത്തിയ സ്കാനിംഗ് പരിശോധനയിലാണ് ജനനേന്ദ്രിയത്തിൽ നിന്ന് ഈ സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിൽ നിന്ന് 46 ഗ്രാം MDMA പിടികൂടിയത്. 2 പാക്കറ്റുകളായി ആ കവറിൽ ഒളിപ്പിച്ച് സീൽ ചെയ്ത നിലയിലായിരുന്നു ജനനേന്ദ്രിയത്തിൽ ഈ MDMA സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് ഈ വൈദ്യപരിശോധന റിപ്പോർട്ടടക്കം സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് കയ്യിൽ കൊണ്ടുവന്ന അതേ ക്വാണ്ടിറ്റി ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ ഈ സ്ത്രീ കൊണ്ടുവരികയായിരുന്നു. കൊല്ലം ജില്ലയിലെ നഗരങ്ങളിലുള്ള സ്കൂളുകൾ, കോളേജുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ സ്ത്രീയുടെ ലഹരി വിൽപ്പന എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത്. കർണാടകത്തിൽ നിന്നും ഈ ലഹരി എറണാകുളത്ത് എത്തിച്ച് അവിടെ നിന്ന് കാറ് മാർഗം കൊല്ലത്തേക്കടക്കം എത്തിക്കുകയാണ് ഇവരുടെ രീതി. ഈ കാറിലായിരുന്നു ഇവരുടെ സഞ്ചാരം. പക്ഷേ ഒപ്പം വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവർ പോലീസിനോട് വ്യക്തമാക്കിയത്. ഇത് ആദ്യ തവണയല്ല. ഈ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ 2021 മറ്റൊരു MDMA കേസ് കൂടിയുണ്ട്. 34 വയസ്സ് മാത്രമാണ് ഈ യുവതിക്ക് പ്രായം.